നേരത്തെ വാപ്പയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വിഷചികിത്സകനായിരുന്നു എന്ന് പറഞ്ഞു. അത്തരം ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കടിച്ച പാമ്പിനെ അവർ വിളിച്ചു വരുത്താറുണ്ട് എന്നൊക്കെ. അത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ നേരിട്ട് കണ്ടതോ അല്ലെങ്കിൽ കേട്ടറിവോ ഉണ്ടോ? പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരിക്കൽ നറുക്കില കണ്ടെന്ന് പറയുന്നത് അവളെ മക്കളൊക്കെ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. നറുക്കില കണ്ടൻ വാപ്പൻ്റെ അടുത്ത് വന്നിട്ട് വാപ്പനോട് ഇങ്ങനെ എൻ്റെ കാളനെ പിന്നെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ എന്തോ ഒരു മരുന്ന് പേരിനെടുത്ത് കൊടുത്ത് പോകുമ്പോൾ ഞങ്ങളൊക്കെ കേൾക്കുക വാപ്പ പറഞ്ഞു കാള ചത്തുപോയിട്ടുണ്ട്. അവന് കാലിൻ്റെ നഖം കൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നത് കാളക്ക് വേണ്ടി കുഴി ശവത്തെ കുഴിച്ചിട്ടാണ് കുഴി ഇതാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ദൂത് എന്നതിന് പറയാം, ദൂത് ലക്ഷണം വന്ന് പറയുന്ന ആൾ എങ്ങനെയാണോ അത് അവതരിപ്പിക്കുന്നത്, നെഞ്ഞത്ത് കൈവച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ അത് വലിയ വിഷമുള്ള പാമ്പാണ്, ഇങ്ങനെയൊക്കെയാണ്. അതിനിടയിലൊരു സംഭവം ഉണ്ടായത്. ഇവിടെ ചാലക്കൽ നാസർ, ചാലക്കൽ മജീദ് എന്നൊക്കെ പറയുന്നവരുടെ വാപ്പ കുഞ്ഞാമതാക്കളുണ്ടായിരുന്നു, വളരെ അറിയപ്പെടുന്നതാണ്. അയാളെ പാമ്പ് കടിച്ചിട്ട് 101 കോഴികൾ വേണ്ടി വന്നു വിഷർക്കാൻ. കാലിൻ്റെ അവിടെ ആ വിഷം തീണ്ടിയ സ്ഥലത്ത് അതിൻ്റെ പിൻഭാഗം, കോഴിൻ്റെ പിൻഭാഗം വെച്ച് കൊടുക്കുക, അതിന് വിഷം അതിലേക്ക് ആവഹിക്കുക. എന്നിട്ട് അങ്ങനെ 101ാമത്തെ കോഴി ചത്തു. പിന്നത്തെ കോഴിയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തലയിൽ വെള്ളം പാരും വേണം. പുഴയിൽ നിന്ന് ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് പിന്നീട് ആ പാമ്പിനെ വരുത്തി, നാട്ടിലുള്ള ഇതൊക്കെ കണ്ട് എത്ര ആളുണ്ട്. ആ പാമ്പിനെ വാപ്പ വരുത്തി അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന പുൽപ്പറമ്പിലേക്കുള്ള വഴിയിൽ അവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു. ആ മരത്തമ്മിൽ ആ പാമ്പ് ബന്ധം കെട്ടിത്തൂങ്ങി ചത്തു എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടില്ല, പക്ഷെ എല്ലാവരും പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പാമ്പ് ചത്തിട്ടുണ്ട്. കുതിരപോള എന്ന പാമ്പിന് ഒരു പറഞ്ഞ പേര്. ഈ പാമ്പ് കടിയും മറ്റുള്ളതൊക്കെ നാട്ടുകാർക്കൊക്കെ ഓർമ്മയുണ്ട്. ഗ്രാൻഡ് ഫാദറിനെ പറ്റി കേൾക്കുന്നത് ഒരു അബൂബക്കർ എന്ന ഒരാളുണ്ടായി, ഞങ്ങളുടെ പേര് എന്നോട് മറന്നുപോയി. അയാൾ പാമ്പ് കടിച്ച് മരിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ഗ്രാൻഡ് ഫാദറായിട്ട് പോകുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ പാമ്പ് പിടിച്ചിട്ട് ആളെ വെക്കാൻ പറഞ്ഞു, മയ്യത്തിനവിടെ തട്ടി എണ്ണിക്കാൻ പറഞ്ഞു. എണ്ണിച്ചു പോയി. യഥാർത്ഥം മരിച്ചിരുന്നില്ല. ഈ വിഷഹാരിക്ക് മനസ്സിലായി ഇയാൾ മരിച്ചിട്ടില്ല. അതും നാട്ടിൽ പൊതുവേ കേൾക്കുന്നത്. ഞാൻ പലരോട് ചോദിച്ചോ, ഉമ്മനോട് ചോദിച്ചോ, അവരുള്ളത് തന്നെയാണ്. അത് എണ്ണീച്ച് പോയി, മൂപ്പര് എണ്ണീച്ച് പോയി ചെയ്തു. ഇതൊക്കെ വിശ്വസിക്കണേ നല്ല പ്രയാസമാണ്. പക്ഷേ ഇയാൾ കുറേ ഞാൻ വായിച്ചിട്ടുണ്ട്, പുളിക്കലും മറ്റുള്ളവർക്കൊക്കെ ഉള്ള ചില വിഷകാര്യങ്ങൾ ചെയ്തതായിട്ട്. ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് സത്യം, മിഥ്യ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല.